നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കൂട്ടുപിടിച്ച കള്ളവഴിയിലൂടെ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദവിയാണ് BJP നേടിയെടുത്തത്. ദേവേന്ദ്ര ഫട്നാവിസിനെ താക്കോൽ സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി ചില്ലറ കളികളൊന്നുമല്ല BJP നേതൃത്വം കളിച്ചത്. ലോക്സഭയിൽ BJP മൂക്കുകുത്തിയെങ്കിൽ 48-ൽ 9 നേടിയുള്ളെങ്കിൽ 132 സീറ്റ് 288 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ BJP നേടി എന്ന് പറഞ്ഞാൽ ലോക്സഭയുടെ 3 ഇരട്ടി സീറ്റുകൾ നിയമസഭയിൽ അതിനാനുപാതികമായി നേടിയെടുത്തു. അസംഭവ്യമായ ഒരു കാര്യമാണ്. ബീഹാറിലും ഇതേ പരിപാടി തന്നെയാണ്. ഇനി നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലും SIR എന്നും പൗരത്വ പട്ടിക എന്നും പറഞ്ഞും സെൻസസിൻ്റെ പേരും പറഞ്ഞും ഒക്കെ പലരെയും, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഒഴിവാക്കി ചാതുർവർണ്ണയത്തിൻ്റെ എല്ലാ അജണ്ടകളും BJP സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ഉത്തരേന്ത്യയിൽ കൃത്യമായി മറ്റൊരു കൃഷി കൂടി BJP ഇറക്കുകയാണ്. നമുക്കറിയാമല്ലോ, അസാമിലെ ഒരു മന്ത്രി ബീഹാറിൽ ഗോവി കൃഷി വലിയ വിജയകരമായി ഞങ്ങൾ നടപ്പിലാക്കി എന്ന് പറഞ്ഞത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്നുള്ളത്. അവിടെ 1989-ൽ നടന്ന ഒരു കലാപവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വലിയ രീതിയിലുള്ളൊരു വംശഹത്യ പോലെ ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അതാണ് പിന്നീട് അതിനെ മറയ്ക്കാൻ അവിടെ കോളിഫ്ലവർ കൃഷി ചെയ്തതുമായി ബന്ധപ്പെട്ട് ആ വാർത്ത ലോകമെമ്പാടും ശ്രദ്ധയോടെ വീക്ഷിച്ചത്. മുഖ്യമന്ത്രി പദവി ഇപ്പോഴും നിതീഷിൻ്റെ കയ്യിലാണെങ്കിലും നാണം കെട്ടിരിക്കുകയാണ്. സാമ്രാജ് ചൗധരി ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രധാന പോർട്ട്ഫോളിയോകളെല്ലാം BJPയുടെ കൈവശമാണ്. തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഐക്യ ജനതാദളും JDUവും. RJDയുമായി ഒരു സഖ്യമുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ RJDക്ക് അതിന് പോലുമുള്ള സീറ്റുകൾ BJP കൊടുത്തില്ല എന്നതാണ്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും കൂടെ ഗൂഢാലോചന നടത്തി ഇങ്ങനെയൊരു ഇക്വേഷനിലേക്ക് കൊണ്ടെത്തിക്കുക. KC വേണുഗോപാൽ കൃത്യമായി അടിവരയിട്ട് പറഞ്ഞതാണ് ഏതൊക്കെ രീതിയിലാണ് ഈ ഇക്വേഷൻ വർക്കൗട്ട് ആകുന്നത്. അവിടെ ഒരു ക്ലീൻ സ്വീപ്പ് കൊണ്ടുവന്നാൽ മാത്രമേ, അതായത് 101 സീറ്റുകൾ വീതമാണ് ഐക്യജനതാദളും BJP മത്സരിച്ചതെങ്കിൽ അവർക്ക് വരേണ്ട ടാലി എന്ന് പറയുന്നത് ഒരു കാരണവശാലും RJDയും ഐക്യജനതാദളും ഒത്തൊരുമിച്ചാൽ പോലും, അതായത് ഐക്യജനതാദളും ബാക്കി BJP ഇതര പാർട്ടികളെല്ലാം കൂടി ഒന്നിച്ചാലും അവിടെ അധികാരത്തിൽ വരുന്ന ഒരു ഓൾട്ടർനേഷൻ നിതീഷിന് ലഭിക്കരുത്. അങ്ങനെ മറ്റൊരു ഓപ്ഷനും ഇല്ലാതെ നിതീഷ് വിറളി പിടിച്ച് നാണം കെട്ടിരിക്കണം. അതിനാണ് ജ്ഞാനേഷിന് കൃത്യമായ നിർദ്ദേശം നൽകിയതെന്നായിരുന്നു KC വേണുഗോപാൽ വളരെ വ്യക്തമായി തെളിവ് സഹിതം നിരത്തി പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നിതീഷിൻ്റെ പാർട്ടിയെ ഘട്ടം ഘട്ടമായി പിളർത്തെടുക്കാൻ BJPക്ക് പല വഴികളുണ്ട്. ഇപ്പോൾ ജയിച്ച സീറ്റുകളിൽ പലയിടത്തും BJP നേതാക്കളുമായി ധാരണയുള്ളവരാണ് ജയിച്ചത്. ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സായി കൃത്യമായി അവർ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.